നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി, പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവ ലഹരിയിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നതായി ആക്ഷേപം. PF പെൻഷൻകാരുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സമീപനം തിരുത്തണമെന്ന് P. കരുണാകരൻ MP. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് 17-ന് കടിഞ്ഞിമൂല ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ തുടക്കമാകും. കായികമേളയ്ക്ക് മുന്നോടിയായി മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. വാർത്തകൾ വിശദമായി. 1000, 500 നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് SBTക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നാരോപിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് SBIക്ക് മുന്നിൽ നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. C. ജാനകിക്കുട്ടി അധ്യക്ഷയായി. സുനു ഗംഗാധരൻ, KV ലക്ഷ്മി, TV പത്മിനി, K. രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ട് പിൻവലിച്ച നടപടിക്കെതിരെ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധം ശക്തം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9-ാം തീയതി അർദ്ധരാത്രി മുതലാണ് കേന്ദ്ര ഗവൺമെന്റ് നിലവിലുണ്ടായിരുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും കറൻസികൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. 10-ാം തീയതി മുതൽ ആളുകളെല്ലാം നെട്ടോട്ടമാണ്. തങ്ങളുടെ കയ്യിലുള്ള 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ മാറിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപിച്ചിട്ടുള്ള പലരും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നിക്ഷേപം പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുമെല്ലാമുള്ള നെട്ടോട്ടമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഈ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ഈ നിരോധനം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പേ രാജ്യത്തോട് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. സന്തോഷ് കാറ്റാടി അധ്യക്ഷനായി. P. പ്രഭാകരൻ, DV അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ട് പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സമീപനം തിരുത്തണമെന്ന് P. കരുണാകരൻ MP ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ നിവേദനം പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകിയതായി P. കരുണാകരൻ അറിയിച്ചു. സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ്. കേന്ദ്ര സർക്കാർ 500, 1000 രൂപയുടെ നോട്ട് പിൻവലിച്ചപ്പോൾ ഡിസംബർ 30 വരെ ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഉത്തരവോടെ മറ്റു ബാങ്കുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം സഹകരണ ബാങ്കുകൾക്ക് പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടു.
ഇതോടെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സഹകരണ പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മുൻ സർക്കാർ നൽകിയ ആനുകൂല്യം പോലും ഇപ്പോൾ നിഷേധിച്ചു. ഇതിനോടൊപ്പമാണ് കറൻസി പിൻവലിച്ച ശേഷമുള്ള പ്രതികാര നടപടി. തീർത്തും പക്ഷപാതപരമായ സമീപനം കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്നുവെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ PF പെൻഷൻകാരോട് അവഗണന കാട്ടുന്നതായി ആക്ഷേപം. PF പെൻഷൻകാരുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് PF പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. നിർത്തലാക്കിയ ROC കമ്മ്യൂട്ടേഷൻ പുനഃസ്ഥാപിക്കുക, വെയിറ്റേജ് കാൽക്കുലേഷൻ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള BD ചുരുട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ K ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P കുഞ്ഞിരാമൻ അധ്യക്ഷനായി. KV കുഞ്ഞമ്പാടി, DV അമ്പാടി, അബ്ദുൾ റഹ്മാൻ മേസ്ത്രി, KK വത്സലൻ, ബേബി ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവ ലഹരിയിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് തര മത്സരങ്ങൾക്ക് തുടക്കമായി. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കലോത്സവത്തിന്റെ ആദ്യ ദിവസമായ നവംബർ 16 ബുധനാഴ്ച സ്റ്റേജ് തര മത്സരങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്റ്റേജ് തര മത്സരങ്ങളിൽ വിവിധ ഇനങ്ങളിലായി വാശിയേറിയ മത്സരങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. നവംബർ 17 സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദിയുണരും. 8 സ്റ്റേജുകളിൽ 69 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിലായി മാറ്റുരയ്ക്കാനെത്തും. 17 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. നവംബർ 19 ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് സമാപനമാവും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. NDA മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി നടത്തിയ കൺവെൻഷൻ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് നേരിടുന്ന ബഹുമുഖമായ ഭീഷണികളുടെയും വെല്ലുവിളികളുടെയും അടിസ്ഥാനത്തിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള കാഴ്ചപ്പാട്, ദേശസ്നേഹം, ജനാധിപത്യപരമായ ബോധം, സാമൂഹ്യ പ്രതിബദ്ധത ഇതെല്ലാം തന്നെ ഈ ഘടകകക്ഷികൾക്കും അതിന്റെ പ്രവർത്തകന്മാർക്കും അതിന്റെ നേതാക്കന്മാർക്കും എല്ലാം ഉള്ളതുകൊണ്ടും ആ രീതിയിൽ ഇത് ഉൾച്ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള നമ്മുടെ അഭിലാഷത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നാം ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിയുടെ ശൈലി, അതിന്റെ സംസ്കാരം, അതിന്റെ സമ്പ്രദായം, പരസ്പര ബഹുമാനം, പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യം വളർന്നു വരേണ്ടതായിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സഹനശക്തിയും ഗഹനശക്തിയുമാണെന്ന് CK പത്മനാഭൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. BJP നേതാക്കളായ മടിക്കൈ കമാരൻ, പ്രമീള C നായിക്, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, BDJS നേതാവ് ഗണേഷ് പാറക്കട്ട, JSS സംസ്ഥാന സെക്രട്ടറി രാജൻ ബാബു തുടങ്ങിയ നിരവധി നേതാക്കൾ കൺവെൻഷനിൽ സന്നിഹിതരായി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ജില്ലാ കൺവെൻഷനിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. AITUC-യുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പൊതുസദസ്സ് സംഘടിപ്പിച്ചു. ആഗോളവൽക്കരണത്തിനെതിരായ പോരാട്ടത്തിന്റെ കാൽനൂറ്റാണ്ട് എന്ന വിഷയത്തിലാണ് പൊതുസദസ്സ് സംഘടിപ്പിച്ചത്. ആഗോളവൽക്കരണത്തിനെതിരായ പോരാട്ടത്തിന്റെ കാൽനൂറ്റാണ്ട് എന്ന വിഷയത്തിലാണ് AITUC-യുടെ നേതൃത്വത്തിൽ ജനകീയ പൊതുസദസ്സ് സംഘടിപ്പിച്ചത്. AITUC സംസ്ഥാന സെക്രട്ടറി KP ശങ്കരദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള ബാങ്കാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഉടമയിലുള്ള ബാങ്കുകൾ എന്ന് പറയുന്നത് 27 ബാങ്കുകളെ. മൊത്തം 49 ബാങ്കുകൾ, 22 ബാങ്ക് സ്വകാര്യ ബാങ്കാണ്. നമ്മുടെ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് പോലുള്ള ബാങ്കുകൾ. ഈ 49 ബാങ്കുകൾ, 29 ബാങ്കുകൾ സർക്കാർ ഉടമയിലുള്ള ബാങ്കാണ്. സർക്കാർ ഉടമയിലുള്ള ബാങ്കുകളുടെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൽ ചെറിയ ഏതൊരു ബാങ്കുകളിൽ ലയിക്കണം. എന്തിനാണ് ലയിക്കുന്നത് ചോദിച്ചാൽ പറയും അതിന്റെ നിക്ഷേപം വർദ്ധിക്കുന്നു. നിക്ഷേപം എന്തിനാ വർദ്ധിക്കുന്നത്? ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തോ നമുക്ക് അവിടെ പോയി പണം എടുക്കാനും വിടുക്കാനും കഴിയും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1200 ശാഖകൾ ഇന്ത്യയിലെങ്കിൽ 920 ശാഖകളും കേരളത്തിൽ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന പേരിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻസ്പോർട്ട് അറിയപ്പെടുന്നത്. M നാരായണൻ അധ്യക്ഷനായി. ഡോക്ടർ വിപിൻ ചന്ദ്രൻ, KV കൃഷ്ണൻ, T കൃഷ്ണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, BV രാജൻ, CK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു.
കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജനപക്ഷ ബഡ്ജറ്റും കുടിവെള്ള മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ ജനതയ്ക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി അനുവദിക്കപ്പെട്ട പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനായി സംസ്ഥാനത്തൊട്ടാകെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഉദുമ MLA K. കുഞ്ഞിരാമൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വികസനവും നമുക്ക് വേണം, പക്ഷേ ആ വികസനത്തിൽ പ്രധാനപ്പെട്ടതാണ് കുടിവെള്ളം എന്നെല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നവംബർ മാസത്തിലാണ്. ഏറ്റവും വലിയ ചൂട് തുടങ്ങി. ഇനിയിപ്പോൾ ഡിസംബർ ജനുവരി ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഏപ്രിൽ മെയ് മാസത്തെ വരൾച്ച ഈ ഡിസംബർ ജനുവരിയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും ബാധിക്കുന്നത് നിങ്ങളായിരിക്കും. എല്ലായിടത്തും വെളിയും വെള്ളമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ ആക്ഷേപം വരുന്നത് വാട്ടർ അതോറിറ്റിയാണ്. ഏറ്റവും കൂടുതൽ ആക്ഷേപം വരുന്നത് ഇപ്പം അടുത്ത മാസം കൂടി നിങ്ങളായിരിക്കും. അപ്പം ഇതെങ്ങനെ തരണം ചെയ്യാമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നല്ല നടപടി നടത്തിയാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് K. വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ജയപാൽ, ഓഫീസേഴ്സ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് PR ഉഷ, യൂണിയൻ ബ്രാഞ്ച് സെക്രട്ടറി K. സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹൊസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേള 17 മുതൽ 19 വരെ നീലേശ്വരം കടിഞ്ഞുമൂല ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വെച്ച് നടത്തും. കായികമേളയ്ക്ക് മുന്നോടിയായി മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേള നവംബർ 17, 18, 19 തീയതികളിൽ നീലേശ്വരം തൈക്കടപ്പുറം ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. കായികമേളയുടെ ഭാഗമായാണ് അഴിത്തല ഭദ്രകാളി ക്ഷേത്ര പരിസരത്തു നിന്നും സ്കൂൾ അങ്കണം വരെ 5 കിലോമീറ്റർ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കക്കാട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ KV സഞ്ജിത്ത് 1ാം സ്ഥാനവും ബല്ല ഈസ്റ്റ് ഹയർ സെക്കൻഡറിയിലെ M. അഖിൽ, ജിഷ്ണു ഭാസ്കരൻ 2ഉം 3ഉം സ്ഥാനം നേടി. പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച 3 കിലോമീറ്റർ മാരത്തോൺ മത്സരത്തിൽ കക്കാട്ട് സ്കൂളിലെ P. അശ്വതി 1ഉം, മടിക്കയു സ്കൂളിലെ K. അശ്വതി, കാഞ്ഞങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാളവിക ദിനേശ് 2ഉം 3ഉം സ്ഥാനം നേടി. ഉറവ 2014 എന്ന പേരിൽ നീലേശ്വരത്ത് ജില്ലാ ടെക്നോളജി മീറ്റ് സംഘടിപ്പിക്കും. നവംബർ 18, 19 തീയതികളിൽ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. അത് കർഷകരുടെ ഇടയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അത് അവർക്ക് കിട്ടണം. ഇപ്പൊ ഹൈബ്രിഡ് വിത്തുണ്ട് നമുക്കറിയാം, കർഷകർക്ക് അറിയാം, പക്ഷെ അവർക്ക് ലഭ്യമാകുന്നില്ല. അപ്പോൾ അവർക്ക് എത്തിക്കാനുള്ള സംവിധാനം. അതേപോലെ തന്നെ ഒരുപാട് ഇപ്പൊ നമുക്ക് ജൈവ കീടനാശിനികൾ ബിവേറിയ, വെർട്ടിസീലിയ എന്നൊക്കെയുള്ള പേരുകൾ വായിക്കൊള്ളാത്തതാണെങ്കിലും ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കർഷകർക്ക് ലഭ്യമാക്കുക. അതുപോലെ ഒരുപാട് നൂതന യന്ത്രോപകരണങ്ങൾ, ജാംനടിയിൽ യന്ത്രം തൊട്ടിട്ട് കൊയ്ത്ത് യന്ത്രം വരെയുള്ള യന്ത്രങ്ങൾ, ഇതൊക്കെ നാട്ടുകാർക്കിടയിൽ നമ്മൾക്കിതൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് ഒരു ഫോണിന്റെ അപ്പുറത്തൊന്നും സന്ദേശം കിട്ടുകയാണെങ്കിൽ അത് വന്ന് ചെയ്തു തരാനുള്ള ഏജൻസികൾ നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ടെക്നോളജി മീറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. കൃഷി അനുബന്ധ മേഖലകളിലെ നൂതന സാങ്കേതിക വിജ്ഞാനം കർഷകരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, ആത്മ കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നീലേശ്വരത്ത് ടെക്നോളജി മീറ്റ് നടത്തുന്നതെന്ന് നീലേശ്വരം പ്രസ് ഫോറത്തിൽ വിളിച്ചുകൂട്ടിയ വാർത്താസമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ R. വീണാറാണി, കൃഷി ഓഫീസർ KP രേഷ്മ, C. രവി, PP മുഹമ്മദ് റാഫി, PV ജലേഷൻ, K. നാണുക്കുട്ടൻ എന്നിവർ അറിയിച്ചു. കാർഷികക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള വിവിധ വിജ്ഞാന വ്യാപന സ്ഥാപനങ്ങൾ, കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം, കൃഷി വിജ്ഞാന കേന്ദ്രം, മൃഗസംരക്ഷണ വകുപ്പ്, സോയിൽ സർവേ, അഗ്രോ സർവീസ് സെന്റർ എന്നിവയുടെ പ്രദർശന സ്റ്റാളുകൾ, വിത്ത് മുതൽ വിപണി വരെയുള്ള നൂതന സങ്കേതങ്ങളുടെ പ്രദർശനം, ശാസ്ത്രജ്ഞന്മാരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിയുള്ള സെമിനാറുകൾ എന്നിവയാണ് പ്രധാന പരിപാടികൾ. കർഷക ശാസ്ത്രജ്ഞ സംവാദം, മണ്ണ് പരിശോധന, നാടൻ ഭക്ഷ്യമേള, നാടൻ കലാസന്ധ്യ എന്നിവയാണ് അനുബന്ധ പരിപാടികൾ. നവംബർ 18, 19 തീയതികളിൽ നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയമാണ് ജില്ലാ ടെക്നോളജി മീറ്റിന് വേദിയാകുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ 18 രാവിലെ 10 ടെക്നോളജി മീറ്റ് ഉദ്ഘാടനം ചെയ്യും. MLAമാരായ K. കുഞ്ഞിരാമൻ കാർഷിക പ്രദർശനവും, NA നെല്ലിക്കുന്ന് വിളപരിശോധനാ പത്രികാ പ്രകാശനവും, PB അബ്ദുൾ റസാഖ് ധനസഹായ വിതരണവും നിർവഹിക്കും. സംസ്ഥാന തലത്തിലെ മികച്ച കർഷകനായ അഗസ്തി പെരുമാട്ടിക്കുന്നേൽ, പ്രകൃതിമിത്ര അവാർഡ് ജേതാവ് ദിവാകരൻ കടിഞ്ഞുമൂല എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തും. കാർഷിക രംഗത്ത് മികവ് കാട്ടിയവർക്കുള്ള അനുമോദനവും ആദരിക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി നിർവഹിക്കും. ജില്ലാ കളക്ടർ ജീവൻ ബാബു പുസ്തക പ്രകാശനം ചെയ്യും.
എം രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കൃഷി ജോയിന്റ് ഡയറക്ടർ ജനാർദ്ദനൻ പദ്ധതി വിശദീകരിക്കും. 19 രാവിലെ നടക്കുന്ന കർഷക ശാസ്ത്ര സംവാദം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. CPCRI ഡയറക്ടർ ഡോക്ടർ പി ചൌടപ്പ മുഖ്യാതിഥിയായിരിക്കും. CPCRI കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ സംബന്ധിക്കും. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പ് സമാപിച്ചു. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബാല സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പ് നടന്നു. വാർഡ് മെമ്പർ മുസ്തഫ തായന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. എം ഭാസ്കരൻ, അഷ്റഫ്, മേഴ്സി, KK പിഷാരടി, M മധു, PT ഷാജി, ബാലാമണി, KV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായവർക്കുള്ള ഉപഹാര വിതരണവും നടന്നു. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി ഒരു മണ്ഡലകാലം കൂടി കടന്നുവന്നു. ഇനി ശരണമന്ത്രങ്ങൾ അന്തരീക്ഷത്തെ പ്രഭാപൂരിതമാക്കുന്ന ദിവസങ്ങൾ. ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും പുണ്യവുമായി വീണ്ടും ഒരു മണ്ഡലകാലം ആഗതമായി. മനുഷ്യ മനസ്സുകളിൽ ഭക്തിയുടെ നിറവും പേറി പാപമോക്ഷത്തിനായി പമ്പയാറിന്റെ നെറുകയിൽ മുങ്ങി 18ാം പടി ചവിട്ടി തിരുദർശനം പുണ്യമാക്കാൻ ഇനി അയ്യപ്പന്മാരുടെ തിരക്കാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദർശന സാഫല്യത്തിനായി ഓരോ ഭക്തനും കാത്തിരിക്കുന്നു. ഭക്തിയുടെ നിറവിൽ കറുപ്പുടുത്ത് അയ്യപ്പ ഭക്തർ ശബരിമല കയറി തുടങ്ങും. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് മണ്ഡലമാസത്തിൽ ശബരിമല ചവിട്ടാൻ എത്തുന്നത്. ഇനി സന്നിധാനത്തിന് തിരക്കിന്റെ ദിനങ്ങൾ മാത്രമായിരിക്കും. ആയിരക്കണക്കിന് ആളുകളാണ് സന്നിധാനത്തേക്ക് ഓരോ ദിവസവും എത്തുക. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുമഹോത്സവത്തിന് തുടക്കമായി. പൂവും തിരിയും കൊടുക്കൽ ചടങ്ങ് നടന്നു. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുമഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവന്നതോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് കണിശന്മാർക്ക് പൂവും അരിയും കൊടുക്കൽ ചടങ്ങും നടന്നു. 21-ന് പാട്ടുമഹോത്സവത്തിന് സമാപനമാവും. അതിയാമ്പൂർ പടിഞ്ഞാറ്റം വീട് തറവാട്ടിലെ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. അതിയാമ്പൂർ പടിഞ്ഞാറ്റം വീട് തറവാട്ടിലെ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി മൂവാളം കുഴി ചാമുണ്ടി, അരൈക്കര ഭഗവതി, പടവീരൻ, ചൂളിയാർ ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അന്നദാനവും നടന്നു. നീലേശ്വരം മൂലപ്പള്ളി അയ്യപ്പ ഭജനമഠത്തിലെ ഭണ്ഡാരം കിണർ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. നാടിന്റെ നാനാഭാഗത്തുള്ളവർ ചടങ്ങ് ദർശിക്കാനെത്തി. നീലേശ്വരം മൂലപ്പള്ളി അയ്യപ്പ ഭജനമഠത്തിലെ ഭണ്ഡാരം കിണർ സമർപ്പണം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങ് ദർശിക്കാനായി അയ്യപ്പ ഭജനമഠത്തിൽ എത്തി. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉദയാസ്തമന മഹോത്സവം നടന്നു. തണ്ണുടി ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉദയാസ്തമന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തണ്ണുടി ചടങ്ങ് നടന്നു. തുടർന്ന് SSLC+2 പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടന്നു. ക്ഷേത്രം മുഖ്യസ്ഥാനികൻ കുമാരൻ കോമരം ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് അവരോട് പറയാൻ ഞാൻ കാലാകാലങ്ങൾ പറഞ്ഞത് ചിലരൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. SSLCക്ക് ഇവിടെ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങിയ ആ കുട്ടിയോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, +2-ന് നീ 1ാം സ്ഥാനം മേടിക്കണം മോളെ. +2-ന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഡിഗ്രി കഴിഞ്ഞാൽ എനിക്ക് റാങ്ക് മേടിക്കാൻ സാധിക്കും, നീ അതിനുവേണ്ടി പ്രയത്നിക്കണം മോളെ എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇന്നലെ റാങ്ക് കിട്ടി എന്നാണ് ആ കുട്ടിയുടെ രക്ഷിതാവ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഈ സഭ വളരെ ധന്യമാണ്. അമ്മയുടെ കടാക്ഷം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. ഭരണസമിതി പ്രസിഡന്റ് CV ഗംഗാധരൻ അധ്യക്ഷനായി. ബാലൻ ഓളിയക്കാൽ, V കമ്മാരൻ, KV നാരായണൻ, MV മഹേഷ്, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവവേദിയുടെ ജില്ലാതല ക്യാഷ് അവാർഡ് വിതരണം ക്ഷേത്രം സ്ഥാനികൻ നിർവഹിച്ചു.
വെള്ളിക്കോത്ത് കണ്ണികുളങ്ങര നായിച്ചേരി കിഴക്കേവീട് തറവാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. വെള്ളിക്കോത്ത് കണ്ണികുളങ്ങര നായിച്ചേരി കിഴക്കേവീട് തറവാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. അടോട്ട്, മൂത്തേടത്ത് കുതിര്, പഴയ സ്ഥാനം, പുതിയ സ്ഥാനം, അഴകുളം ശ്രീ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ക്ഷേത്രസ്ഥാനികരുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി, പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ. ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവ ലഹരിയിൽ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നതായി ആക്ഷേപം. PF പെൻഷൻകാരുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സമീപനം തിരുത്തണമെന്ന് P. കരുണാകരൻ MP. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് 17-ന് കടിഞ്ഞിമൂല ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ തുടക്കമാകും. കായികമേളയ്ക്ക് മുന്നോടിയായി മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുമഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.